ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടെ. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഒരു ഡേയിൽ ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടാവും. രാവിലെ എഴുന്നേക്കാൻ പോലും തോന്നുന്നില്ല, കാരണം അമ്മാതിരി മഴയാണ് ഇവിടെ. ഇവിടെയെന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പം മോസ്റ്റ് ഓഫ് ദ എല്ലാ ഏരിയാസിനും നല്ല മഴയാണ്. ഇവിടുത്തെ വിഷ്വല് ഞാൻ എൻ്റെ രാവിലത്തെ റുട്ടീനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മസ്റ്റായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ എല്ലാ ദിവസവും നടക്കാറില്ല. അപ്പോൾ ഞാൻ ഇന്നെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്ന കാരണം ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വെള്ളം ഫസ്റ്റ് കുടിക്കാം. ഓക്കെ, ഞാൻ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, താഴെ പോയി. ഓക്കെ, ഇപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഫ്രഷൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് റീല് ചെയ്യുന്നൊക്കെ ഒന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീല് ചെയ്യണം, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ സമയം 9:45. ഇന്ന് വൈകി, ഇന്ന് കുറച്ച് കാര്യങ്ങൾ അമ്പലത്തിൽ പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനല്ല, അമ്മ. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. അപ്പോൾ അതേ അമ്മ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇന്നതേ ദോശ നല്ല ആവി പറക്കുന്നത് സാമ്പാറുമാണ്. അമ്മയുടെ ആക്ഷൻസൊക്കെ കാണാം. എങ്ങനെയുണ്ട് അമ്മ സാമ്പാർ? സൂപ്പർ സാമ്പാർ, സൂപ്പർ സാമ്പാർ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ എത്ര മഴയായാലും എന്തൊക്കെയായാലും കുളിക്കാണ്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഓൾറെഡി കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷായി സുന്ദരിക്കായിട്ട് വരാം. ഹലോ, അപ്പോൾ ഞാൻ ദേ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. സുന്ദരി ആയിട്ടില്ല, സുന്ദരിയാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താണ് ബേസിക്കായിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിളിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ മോയ്സ്ചറൈസർ എന്തായാലും അത് നിങ്ങൾ വീട്ടിലിരിക്കുവാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. ആൻഡ് അതേപോലെ തന്നെ സൺസ്ക്രീൻ, ഇത് മസ്റ്റാണ്. കാരണം നമ്മളിപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ലാക്മേയുടെ ഒരു സൺ എക്സ്പേർട്ടിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലാക്മേയുടെ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഞാൻ എന്തെടുത്താലും താഴെ പോകും, അത് പതിവാണ്. കണ്ടോ, ഇതുകൂടി നമ്മൾ ഫ്രഷ് ലുക്കായി കഴിഞ്ഞു. സോറി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേർഡ്സ് ആൻഡ് ബീസിൻ്റെ ബിഗ് സ്വാക്സ് ലിപ് ബാമാണ്. അത് എത്രത്തോളം വിസിബിൾ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബേർഡ്സ് ആൻഡ് ബീസ് ഇത് ഇവിടുത്തെ ഇതല്ലാന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ അല്ല, ഇത് പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു തന്നാണ്. പുറത്തെ ഫ്രണ്ട് എനിക്കൊരു തന്നാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇത് പെപ്പർമിൻറ്റിൻ്റെ ലിപ് ബാമാണ്. അപ്പോൾ ഒരു മിൻറ്റിൻ്റെയും ആ ഒരു പെപ്പർമിൻറ്റിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് നേരത്തേക്ക് അത് ഉണ്ടാവും. പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ വുമൺ റോസ് ആൻഡ് ആപ്രിക്കോട്ട് ബോഡി ലോഷനാണ്. എൻ്റെ പൊന്നു, വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓക്കെ, അപ്പം ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ലുലുവിൽ പോയിപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ എന്തോ ഓഫർ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫറിന് വാങ്ങിച്ചാണ് ഈ ലോഷൻ. ഇത് അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ വാങ്ങിച്ച് നോക്കി യൂസ് ചെയ്തോളൂ, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദനം തൊട്ടിട്ട് ഞാൻ മസ്റ്റായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ചന്ദനം, അതെനിക്ക് നിർബന്ധമാണ്. ഓക്കെ, അപ്പം ഞാൻ ചന്ദനമൊക്കെ തൊട്ട് പുറകേൽ ഇവിടെ സിനിമ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ കലാവിരുദ്ധല്ല, എൻ്റെ ചേട്ടൻ്റെ കലാവിരുദ്ധ. ചേട്ടൻ മീൻസ് എൻ്റെ ഹസ്ബൻഡ്. ആളിപ്പോൾ ഇവിടെ ഇല്ല, ആൾ വർക്ക് ബേസ് ചെയ്തിട്ട് ട്രിവാൻഡ്രം പോയേക്കുവാണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഭക്ഷണം കഴിക്കാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഇന്ന് ദോശയാണെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ദോശ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതേസമയം ഇവിടെ നമ്മളിവിടെ തോരൻ ഞാൻ വയ്ക്കുന്നുണ്ട്. പീച്ചിങ്ങയും മച്ചിങ്ങയൊക്കെ കൂടിയുള്ളൊരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ്. അതവിടെ കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ ദോശ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെ ദോശയും സാമ്പാറാണ് വന്നത്. അപ്പോൾ അതൊന്ന് കഴിക്കാം. പുറകിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അമ്മ ഇവിടെ സീരിയൽ കാണുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഇന്ന് വേറൊരു സംഭവം നടന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ താഴത്തേക്ക് ഒരു കണ്ടം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൻറ്റിക്ക് അമ്മമ്മയ്ക്ക് പെട്ടെന്ന് പാടില്ലാണ്ടായി. അപ്പോൾ അവർ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് അങ്ങനെ പെട്ടെന്ന് ഈ വെള്ളം കയറുന്ന സമയം, മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു ഏരിയ. അപ്പോൾ അവർക്ക് അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഈ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പെട്ടെന്ന് രാവിലെ കണ്ടപ്പോഴേ എന്താണ് ഒന്നാമതിപ്പോൾ ഈ മഴയൊക്കെ ആയാലും എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മാവ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ മാങ്ങയാണ് കേട്ടോ. എന്തായാലും വലിപ്പം. അപ്പോൾ ഇവിടുത്തെ കോമാങ്ങയാണ്, കോമാങ്ങ എന്നാണ് നമ്മളിവിടെ പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ ഞാൻ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാതെ. അമ്മേ കഴിച്ചു നോക്കാം. കൊള്ളാവോ? മാത്രം പറയാൻ അറിയുള്ളൂ. എനിക്ക് അടിപൊളി മാങ്ങ കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഹലോ, അപ്പോൾ ഞാൻ ചോറുണ്ണാൻ പോവാണേ. അപ്പോൾ ചോറിന് എന്തൊക്കെയാണെന്ന് അധികം വിഭവങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഇന്ന കറി അല്ലെങ്കിൽ ഇന്ന കൂട്ടാൻ വേണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സാമ്പാർ. പിന്നെ ഇത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അച്ചിങ്ങയും പിച്ചിങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരനാണ്. പിന്നെ ഇത് തക്കാളി അച്ചാർ എന്ന് പറയും. അടിപൊളിയാട്ടോ. അപ്പം ഞാൻ വേഗം ചോറിൻ്റെ വരാം കേട്ടോ. ഹലോ, അപ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാമെന്ന് പറയില്ലേ. അപ്പോൾ മഴയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയൊന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. അത് പക്ഷെ നടക്കുമെന്ന് അറിയില്ല. മഴയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പുറത്ത് പോകാം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചായ കുടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചായ വിത്ത് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ്, ആർക്കൊക്കെ ഈ കോമ്പിനേഷൻ ഇഷ്ടമാണെന്നൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ പുറകെ വന്ന് 2 ആൾക്കാർ പോകുന്നുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെൻ്റെ കസിനനിയന്മാരാട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഒന്ന് ഇറങ്ങാം. അവിടെ തന്നെ കണ്ടത്തിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അത്യാവശ്യം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതെന്താവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അവന്മാർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഓക്കെ, ഇതാണ് രാവിലെ ഞാൻ പറഞ്ഞില്ല, കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ പോവാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അമ്മയും കൂടി ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങി. നടന്നു പോകാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ അമ്പലമാണ്, ഞങ്ങളുടെ ഇവിടുത്തെ ഇരുന്ന അമ്പലമാണ്. അവിടുത്തെ കുളമാണ്. അപ്പോൾ അവിടെ ആരൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കടയിൽ പോകണം. കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി ഡിന്നർ കഴിച്ചത് നല്ല ചപ്പാത്തിയും സാമ്പാറായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ രാത്രി ഫ്രഷായി വന്നിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കണേന് ഒരു 10-15 മിനിറ്റ് മുമ്പായിട്ടായിരിക്കും കുളിക്കുക പതിവ്. അങ്ങനെ കുളിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും കുറേ നേരം ഇരിക്കുമ്പോൾ ഇറിറ്റേഷൻ ആവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് രാത്രി നൈറ്റ് സ്കിൻ റൂട്ടീനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ ചെയ്യൽ ഇല്ല. എന്നാലും ഞാനെങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ എടുക്കണം എന്താണെന്ന് അറിയോ, ഞാൻ ടോണർ എന്ന് വെച്ചാൽ ടോണർ ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ വാങ്ങാനൊക്കെ കിട്ടും. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ബോട്ടിൽ തീർന്നു. ഓക്കെ, അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് ഇവിടെ ടോണറിൻ്റെ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, റോസ് വാട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടോണറിന് പകരം. ടോണർ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ടോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ തന്നെ നൈറ്റും മസ്റ്റായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടക്കാൻ നോക്കുക. അപ്പോൾ ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ റൂട്ടീൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഞാൻ ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കാണിച്ചു തരാം. ഞാനിങ്ങനെ എല്ലാം കൂടി പുറകോട്ടിട്ടിട്ടാണ് പതിവ്. കുറച്ച് അധികം ഞാൻ പുറകിലേക്ക് എടുക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ കുറച്ചുകൂടെ വൃത്തികേടായത് കാരണം ഞാൻ എന്നിട്ട് മൊത്തം പിരിച്ചിട്ട് ഇവിടെ ബണ്ണ് പോലെ കെട്ടി വയ്ക്കുകയാണ്. എൻ്റെ ബുഷ് എന്ത് ബുഷ് കാണുന്നില്ല. ഓക്കെ 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 കിട്ടി. ബുഷ് കണ്ടോ, ഈ ബുഷ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ് പതിവ്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ റുട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉറങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞല്ലോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് എന്തായാലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇനി സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ കമൻ്റായിട്ട് എഴുതി അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.